അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിന്നെ വേദനിപ്പിക്കുന്നവരോട് നീ ക്ഷമിക്കുക. നിന്നിലാണ് സത്യമെങ്കിൽ അവർക്കുള്ളത് പടച്ചോൻ്റെ പക്കലുണ്ട്. സൂറത്തുൽ ജിന്നിൻ്റെ ബാക്കിയാശയമാണ് നാം ഇന്ന് പഠിക്കുന്നത്. 14. നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. സത്യത്തിൽ നിന്നും വ്യതിചലിച്ചവരും നമ്മിലുണ്ട്. എന്നാൽ ആര് അള്ളാഹുവിന് കീഴൊതുങ്ങിയോ അവൻ സന്മാർഗത്തെ ഉന്നം വെച്ചിരിക്കുന്നു. 15. സത്യത്തിൽ നിന്നും വ്യതിചലിച്ചവരാകട്ടെ നരകത്തിന് വിറകായിരിക്കുന്നതാണ്. 16. ആ മാർഗത്തിൽ ഇസ്ലാമിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് നാം ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കും. 17. അതിൽ അവരെ നാം പരീക്ഷിക്കാൻ വേണ്ടിയാണത്. തൻ്റെ നാഥൻ്റെ ഉത്ബോധനത്തിൽ നിന്നും ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവനെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നതാണ്. 18. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. 19. അള്ളാഹുവിൻ്റെ ദാസൻ നബി അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിന് നേരെ കൂട്ടം കൂട്ടമായി നീങ്ങിക്കൊണ്ടിരിക്കുമാറായി. 20. നബി പറയുക, എൻ്റെ നാഥനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. അവനോട് ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. 21. പറയുക, ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹത്തെയോ നന്മയെയോ സ്വന്തമാക്കുന്നില്ല. 22. പറയുക, അള്ളാഹുവിൽ നിന്നും എന്നെ ആരും രക്ഷിക്കുകയില്ല. അവനെ കൂടാതെ ഒരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുകയുമില്ല. 23. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിക്കുകയും അവൻ്റെ ദൗത്യം നിർവഹിക്കുകയും അല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനതയില്ല. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവന് നരകാഗ്നിയാണുണ്ടാവുക. അതിൽ എന്നെന്നും സ്ഥിരതാമസക്കാരായിരിക്കും അവർ. 24. അങ്ങനെ തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ ആരുടെ സഹായികളാണ് ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളും.